ലാൻഡിലിൽ നിന്ന് നേരെ ഞങ്ങൾക്ക് ഗോവയ്ക്കായിരുന്നു കേട്ടോ പോവാണ്ടായിരുന്നത്. ഗോവയിൽ 2 ദിവസത്തെ വിസിറ്റ് ആയിരുന്നേ. മോർണിംഗ് എണീച്ചിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. പാസ്ത, ഇഡ്ഡലി അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഞാൻ പാസ്ത മാത്രമാണ് കഴിച്ചത്. ഇഡ്ഡലി എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും ഇഡ്ഡലി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇഡ്ഡലി ഭയങ്കര പോക്കായിരുന്നു കേട്ടോ. ഫുഡ് കഴിച്ചതിന് ശേഷം നേരെ ബാഗൊക്കെ എടുക്കാൻ വേണ്ടി പോയിട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ റൂം വെക്കേറ്റ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അതിന് മുന്നേ ആദ്യം തന്നെ ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ച് എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി. നല്ല അടിപൊളി റൂമായിരുന്നു കേട്ടോ ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നേരെ ബസ് കയറിയിട്ട് ഞങ്ങൾക്ക് ഗോവയിലായിരുന്നു കേട്ടോ. ഗോവയിൽ എത്തിയിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. താളിയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഫിഷ് താളി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഐറ്റംസ് ഒക്കെ ഏകദേശം ഫിഷിന്റെ ഐറ്റംസ് ആയിരുന്നു കേട്ടോ. ഇടയ്ക്ക് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ഒരു മെഴുക്ക് വരട്ടി, പിന്നെ എന്തോ ഒരു വെള്ളവും പേരെന്താന്ന് എനിക്കറിയില്ല, പിന്നെ പപ്പടം, മീൻകറി, മീൻ പൊരിച്ചത്, റൈസ്, ഇതൊക്കെയായിരുന്നു ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നത്. ഇത് ഞങ്ങൾക്ക് തീരെ പറ്റിയിട്ടില്ല കേട്ടോ. ആ ഒരു ഫുള്ള് മീനൊന്നും വേണ്ട. മീനിന്റെ സൈസൊക്കെ എന്റെ പൊന്നു പറയാൻ കൂടി വയ്യ. ഇതൊന്നും മുഴുവനും കഴിച്ചു തീർക്കാനും പറ്റിയിട്ടില്ല. അന്ന് നല്ല ഫുഡ് വേസ്റ്റ് ആയിട്ടോ. ഓൾമോസ്റ്റ് എല്ലാവർക്കും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ബസ് കയറിയിരുന്നു കേട്ടോ. ഗോവയിലെ ഫസ്റ്റത്തെ വിസിറ്റ് ഓൾഡ് ചർച്ചിക്കായിരുന്നേ. സംതിങ് ബോം ജീസസ് ചർച്ച് അങ്ങനെ എന്തോ ആയിരുന്നു അതിന്റെ പേര് ഞാൻ മറന്നു കേട്ടോ. അങ്ങനെ അതിന്റെ ഉള്ളിൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ലേ. ഞങ്ങൾ ആർക്കിയോളജിക്കൽ മ്യൂസിയമോ അങ്ങനെ എന്തോ ഒരു ഇതിലേക്കാണ് പോയത് കേട്ടോ. അതിന്റെ പേര് മറന്നു ഞാൻ. ആർക്കെങ്കിലും അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ പറയണേ. അതിന്റെ ഉള്ളിൽ പ്രത്യേകിച്ച് കാണാനൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് അവിടെയായിരുന്നു കേട്ടോ ഐവി ഉണ്ടായിരുന്നത്. അന്ന് ഗോവയിൽ വന്ന ഒരുപാട് ആൾക്കാരുടെ പോർട്രേറ്റ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് കണ്ടു കേട്ടോ. ഒരുപാട് വൈസ്രോയിസിന്റെ ഒക്കെ ഫോട്ടോസൊക്കെ കണ്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ കുറെ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റീൽ എടുക്കാൻ വേണ്ടി പോയിട്ടാ. എല്ലായിടത്തും വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു നേരമായേ. റിസോർട്ടിൽ പോയി ചെക്ക് ചെയ്യേണ്ട സമയമൊക്കെ എപ്പോഴോ കഴിഞ്ഞിരിക്കണേ. ഞങ്ങളോട് എല്ലാവരോടും ഈ ചർച്ചിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കാനാണ് പറഞ്ഞത് ബസ് കയറാൻ വേണ്ടിയിട്ട്. ബാക്കി പാർട്ടിലെ വീഡിയോസൊക്കെ ഞാൻ പതുക്കെ ഇടാവേ. ഗോവയിൽ ഞങ്ങൾ 2 ദിവസത്തോളം ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ചാച്ചാ ബൈ ബൈ, സീ യു.